ഹായ് ഗൈസ്. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ബുക്ക് വായിക്കാനുള്ള താല്പര്യമില്ല, പക്ഷെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ. ഒരു മൂവി എക്സ്പ്ലനേഷനൊക്കെ കേൾക്കും പോലെ ഇവിടെ നിങ്ങൾക്ക് ബുക്ക് എക്സ്പ്ലനേഷൻസ് കേൾക്കാം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഹാർഡ് വാമിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജാപ്പനീസ് ബുക്കാണ്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് കഥ കേൾക്കാം. വെൽക്കം ടു ചാപ്റ്റർ ചാറ്റ്സ്. നമ്മുടെ നായികയുടെ പേര് ടക്കാക്കോ എന്നാണ്. സ്റ്റാർട്ടിംഗ് സീനിൽ ടക്കാക്കോയും അവളുടെ ബോയ് ഫ്രണ്ടായ ഹിഡേക്കിയും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഡിന്നർ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ടക്കാക്കോ വളരെ ഹാപ്പിയാണ്. അവളങ്ങനെ പുറത്തെ നൈറ്റ് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടക്കാക്കോ ഒരു ന്യൂസ് പറയുന്നത്. അവൻ മാരീഡ് ആവാൻ പോവുകയാണ്. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പോലും ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ താൻ തെറ്റായി കേട്ടതാണോ എന്ന് കരുതി അവൾ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൂളായിട്ട് അവൻ പറയുകയാണ് അവൻ നെക്സ്റ്റ് ഇയർ മാരീഡ് ആവാൻ പോവുകയാണ്. അവരുടെ ഓഫീസിലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയുമായിട്ട് 2.5 വർഷമായിട്ട് അവരിഷ്ടത്തിലാണ്. ഫാമിലീസ് തമ്മിൽ മീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയർ വിവാഹം ഉണ്ടാവും. അപ്പോഴാണ് അവ ഒരേ സമയം രണ്ടുപേരെ പ്രേമിക്കുകയായിരുന്നു, തന്നെ പറ്റിക്കുകയായിരുന്നു എന്നവൾ മനസ്സിലാക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പ് ഓഫീസിൽ ആരും അറിയത് സ്ട്രിക്റ്റ് ആക്കി വെക്കണം അല്ലെങ്കിൽ സീക്രട്ട് ആക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിലിങ്ങനൊരു ചതിയുണ്ടെന്ന് പാവൻ ടക്കാക്കോയ്ക്ക് അറിയില്ലായിരുന്നു. ഇത്രയും നാൾ അവൻ തന്നെ പറ്റിക്കുകയായിരുന്നു. ഫ്രണ്ടിലിരുന്ന വൈനെടുത്ത് അവൻ്റെ മുഖത്തൊഴിച്ച് അവൻ്റെ 2 കൊടുക്കണം എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ആകെ മരവിച്ചതുപോലെ അവിടെ തന്നെ ഇരുന്നു. അവൾ അറിയാതെ തന്നെ കൺഗ്രാറ്റ്സ് എന്ന് മാത്രം പുറത്തു വന്നു. താങ്ക് യു, മാരേജ് കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാമെന്ന് ഹിഡേക്കി ഒരല്പം പോലും നാണമില്ലാതെ പറയുകയാണ്. ടക്കാക്കോയ്ക്ക് പിന്നീട് അവിടെ ഇരിക്കാൻ തോന്നില്ല. അവളെ നേരെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ലൈറ്റ് പോലും ഓണാക്കാൻ നിൽക്കാതെ ബെഡിൽ കിടന്ന് അവൾ ഒരുപാട് കരഞ്ഞു. പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോയി. ഓൾറെഡി അവൾ വിഷമത്തിലാണ്. അതിൻ്റെ കൂടെ അവന് ദിവസവും ഓഫീസിൽ മീറ്റ് ചെയ്യേണ്ടി വരുന്നത് ആലോചിച്ചപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. 2 ആഴ്ച അവൾ സഹിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം അവൾ ജോബ് റിസൈൻ ചെയ്ത് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ബോയ് ഫ്രണ്ടും പോയി, ആകപ്പാടെ ഉണ്ടായിരുന്ന ജോലിയും പോയി. ടക്കാക്കോ വളരെ ഡൗണായി. അവൾ ജപ്പാനിലെ ഐലൻഡായിട്ടുള്ള ക്യൂഷു എന്ന സ്ഥലത്ത് തരക്കേടില്ലാത്തൊരു ഫാമിലിയിലാണ് ജനിച്ചത്. സാധാരണ സ്കൂള് കോളേജൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ടോക്കിയോയിലേക്ക് വന്നതാണ്. ഓഫീസിലെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലാതെ അവൾക്കവിടെ മറ്റാരെ അറിയില്ല, ഫ്രണ്ട്സും ഇല്ല. ഇപ്പോൾ ദാ ജോലിയുമില്ല. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് വിഷമിച്ച് കിടക്കുമ്പോഴാണ് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നത്. അതൊരു വോയിസ് മെയിലായിരുന്നു. അതിൽ ഹേ ടക്കാക്കോ, എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് സുഖമാണോ, ഇത് ഞാനാണ് സട്ടോറു, ഇതാ എൻ്റെ നമ്പർ, നീ ഫ്രീ ആകുമ്പോൾ വിളിക്ക്, എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, ബൈ. ആരാ ഇത് സട്ടോറു? എൻ്റെ പേര് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്പർ മാറിപ്പോയതാകാനും വഴിയില്ല. അപ്പോഴാണ് സട്ടോറു അവളുടെ അമ്മയുടെ സഹോദരനാണെന്ന് ഓർമ്മ വന്നത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് അവസാനമായിട്ട് അവൾ അങ്കിൾ സട്ടോറുവിനെ കാണുന്നത്. പുള്ളി ഇപ്പോൾ ഒരു ബുക്ക് ഷോപ്പ് നടത്തുകയാണെന്ന് അവളുടെ അമ്മ പറഞ്ഞ് ഒരു ഓർമ്മ അവൾക്ക് വന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അങ്കിള് വിളിച്ചതിന് പിന്നിൽ ഉറപ്പായിട്ടും അമ്മയായിരിക്കും എന്ന് അവൾക്കറിയായിരുന്നു. കാരണം ജോലി പോയതും ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തതൊക്കെ അവൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അങ്കിളിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ടൈം അങ്കിളുമായിട്ട് സ്പെൻഡ് ചെയ്യും, ഒരുപാട് ഗെയിംസൊക്കെ കളിക്കും. അമ്മയുടെ വീട് ടോക്കിയോയിലാണ്. വെക്കേഷൻ ടൈമിൽ ടോക്കിയോയിലൊക്കെ അമ്മയുടെ കൂടെ അവൾ വരാറുണ്ട്. ആ ടൈമിലൊക്കെ ഫുൾ ടൈം ടക്കാക്കോ അങ്കിളുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. വളരെ ചിയർഫുള്ളായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ് സട്ടോറു അങ്കിൾ. എപ്പോഴും ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരോടും വളരെ ഓവർ ഫ്രണ്ട്ലിയാണ്. മുതിർന്നപ്പോൾ അത് അവൾക്ക് അല്പം വിയേർഡായിട്ട് ഫീൽ ചെയ്യും. പിന്നീട് അങ്കിളിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു. പിന്നീട് അവർ തമ്മിൽ വലിയ കമ്പനിയൊന്നും ഇല്ലാതായി. പിന്നെ സട്ടോറു വിവാഹം കഴിച്ചു. 2 പേരും അവരുടെ ലൈഫൊക്കെ ആയിട്ട് 2 പേരും 2 വഴിക്കായി. ഇപ്പോൾ ടക്കാക്കോയ്ക്ക് അങ്കിളിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ടോക്കിയോയ്ക്ക് വന്ന് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അങ്കിളിൻ്റെ കാര്യം അവൾ ഓർത്തതുമില്ല, അങ്കിളിനെ മീറ്റ് ചെയ്യാൻ പോയതിട്ടും ഒന്നുമില്ല. ഇപ്പോൾ പുള്ളിക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവൾ ഫോണെടുത്ത് തിരിച്ചു വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. എടുത്ത ഉടനെ ഹലോ, മോറിസാക്കി ബുക്ക് ഷോപ്പ്, എന്താ വേണ്ടതെന്ന് കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് അങ്കിള് സംസാരിക്കുകയാണ്. അങ്കിൾ, ഇത് ഞാനാണ് ടക്കാക്കോ.
ഓ ടക്കാക്കോ, എത്ര കാലമായി കണ്ടിട്ട്, നിനക്ക് സുഖമാണോ? നീ ടോക്കിയിൽ വന്നിട്ട് ഒരു തവണ പോലും നീ എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ആ സോറി അങ്കിൾ, ജോലിയിൽ ഞാൻ ബിസിയായിരുന്നു, അതുകൊണ്ടാണ് അങ്കിളിനെ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് അവൾ പറയുകയാണ്. നീ ജോലിയൊക്കെ റിസൈൻ ചെയ്തെന്നാണല്ലോ നിൻ്റെ അമ്മ പറഞ്ഞത്. ടക്കാക്കോ കുറച്ചു നേരം ഒന്നും മിണ്ടാകുന്നു. പക്ഷെ അങ്കിള് നോൺ സ്റ്റോപ്പായിട്ട് പഴയ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ നോർമലി അങ്ങനെയാണ്, ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അവൾക്കൊന്നും പറയാൻ ഒരു ടൈം കൊടുക്കാതെ പുള്ളി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അങ്കിള് പറയുകയാണ്, ടക്കാക്കോ നീ ഉടനെ വേറെ ജോലിയൊന്നും നോക്കുന്നില്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നീ ഇങ്ങ് വാ. എന്തായാലും എനിക്ക് ബുക്ക് ഷോപ്പിലേക്ക് ഒരു പാർട്ട് ടൈമിന് ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ബുക്ക് ഷോപ്പിൽ തന്നെ നിനക്ക് സ്റ്റേയും ചെയ്യാം. ഇവിടെ സെക്കൻഡ് ഫ്ലോറിലൊരു റൂമുണ്ട്, വളരെ പ്രൈവസി ആയിട്ട് നിനക്കവിടെ താമസിക്കാം. അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അല്പം മോശമാണ്. ജോലിയില്ല, കാശില്ല, അധികാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ അമ്മയുടെ അടുത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉടനെ അടുത്ത കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രഷർ തുടങ്ങും. താല്പര്യമില്ലെങ്കിലും വേറെ വഴിയില്ലാതെ അവൾ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാം പാക്ക് ചെയ്ത് ട്രെയിൻ കയറി അങ്കിളിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ പോയതല്ലാതെ ഇതാദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ചെറുപ്പത്തിൽ പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ്, ഇപ്പോൾ പോകുന്നത് അങ്കിളുടെ ബുക്ക് ഷോപ്പിലേക്കാണ്. വലിയ വ്യത്യാസമില്ല രണ്ട് സ്ഥലം തമ്മിൽ. ട്രെയിൻ ഇറങ്ങി കുറച്ച് നടന്നതിന് ശേഷമാണ് അങ്കിള് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. അതൊരു സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൽ ഒരുപാട് ബുക്ക് ഷോപ്സ് ഉണ്ട്. അതിലൊരു ബുക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പൊക്കം കുറഞ്ഞ് മെലിഞ്ഞ ഒരാൾ നിന്ന് കൈ കാണിക്കുന്ന അവൾ കാണുകയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് സട്ടോറു അങ്കിളാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളുടനെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോയി. ടക്കാക്കയെ കണ്ടതും അങ്കിളിന് ഒരുപാട് സന്തോഷമായി. നീ വലിയ കുട്ടിയായല്ലോ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ സ്കൂൾ യൂണിഫോം ഇട്ട നിന്നെയാണ് ഞാൻ ഇത്രയും നേരമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എങ്ങാനും നീ വഴിതെറ്റിപ്പോയാലോ എന്നോർത്താണ് ഞാൻ ബുക്ക് ഷോപ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നിന്നത് എന്ന് പറഞ്ഞ് സട്ടോറു അങ്കിള് ടക്കാക്കയെ ബുക്ക് ഷോപ്പിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ബുക്ക് ഷോപ്പിൻ്റെ പേര് മൊറസാക്കി ബുക്ക് ഷോപ്പ് എന്നാണ്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബുക്സ് വിൽക്കുന്ന ബുക്ക് ഷോപ്പാണ്. ഈ ബുക്ക് ഷോപ്പ് അവരുടെ ഫാമിലി പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. സോ ബുക്സിനും അത്രയേറെ പഴക്കമുണ്ട്. സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത രീതിയിൽ റൂം നിറയെ ബുക്സ്. അപ്പോൾ ആ പൊടിയുടെ മണവും പഴയ ബുക്സിൻ്റെ സ്മെല്ലൊക്കെ കൊണ്ട് അവൾക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നി. ഫസ്റ്റ് ടൈം ബുക്ക് ഷോപ്പിലേക്ക് കയറിയപ്പോഴത്തേക്കും ഇത്രയും ബുക്സ് കണ്ടപ്പോഴത്തേക്കും അവളൊരു കൗതുകത്തിന് ചോദിച്ചു, ഇവിടെ ഏകദേശം എത്ര ബുക്സ് ഉണ്ടാവും? അപ്പോൾ അങ്കിള് പറയുകയാണ്, ഏകദേശം ഒരു 6000-ലധികം ബുക്സ് വരും. ആ ചെറിയ റൂമിനകത്ത് 6000-ലധികം ബുക്സ് ഉണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അങ്കിള് ടക്കാക്കോയ്ക്ക് ആ ബുക്ക് സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ബുക്ക് സ്ട്രീറ്റിലെ ഓരോ ബുക്ക് ഷോപ്പും ഓരോ സ്പെസിഫിക് കാറ്റഗറി ഓഫ് ബുക്സ് ആയിരിക്കും വിൽക്കുന്നത്. ചിലർ റൊമാൻറ്റിക് നോവൽസ്, ചിലർ പോയംസ് മാത്രം, ചിലർ മൂവി സ്ക്രിപ്റ്റ്സ്. മൊറസാക്കിയിൽ വിൽക്കുന്നത് മോഡേൺ ലിറ്ററേച്ചർ ബുക്സ് ആണ്. ഈ സ്ഥലം വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്സ് ഉള്ള സ്ഥലമാണ്. ഇന്നും ഇന്നലെയൊന്നും അല്ല, 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലാണ് ഈ പ്രദേശം ബുക്ക് ഷോപ്പ് കൊണ്ട് നിറയുന്നത്. അത്ര വർഷത്തെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഈ മണ്ണിലുണ്ട്. ഒരുപാട് അഭിമാനത്തോടെയാണ് അങ്കിള് ടക്കാക്കോയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. നിനക്ക് ഉറപ്പായിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെടും. ചുറ്റി കാണാൻ ഇവിടെ ഒരുപാടുണ്ട്. നീ ഇത്ര നേരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നീ മുകളിലോട്ട് പോയി ഫ്രഷ് ആയി റെസ്റ്റ് എടുക്ക്. അങ്കിള് ടക്കാക്കോയ്ക്ക് റൂം കാണിച്ചു കൊടുത്തു. റൂം കണ്ടതും ടക്കാക്കോ തലയിറങ്ങി വീടില്ലെന്നേ ഉള്ളൂ. ആ റൂം നിറയെ ബുക്സ് ആയിരുന്നു. ഒരു എലിക്ക് പോലും നേരെ ശ്വാസം വിടാൻ പറ്റാത്ത വിധത്തിൽ ബുക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ താൻ എങ്ങനെ താമസിക്കാനാണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. സ്നേഹത്തിൽ ഇങ്ങനെ വന്ന് താമസിക്കാൻ അങ്കിള് വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനൊരു പണി തരാനാണെന്ന് സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചെങ്കിലും അപ്പാർട്ട്മെൻറ്റിലെ എല്ലാം ഒഴിഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് അവൾ അവിടെ നിന്ന് വന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. റൂം കാണിച്ചു കൊടുത്ത് അങ്കിള് ബുക്ക് ഷോപ്പിലേക്ക് നേരെ പോയി. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ബുക്സൊക്കെ പതിയെ വേറെ റൂമിലേക്ക് മാറ്റി ബാക്കിയൊക്കെ വൃത്തിയായി അടുക്കി വെച്ച് അവൾക്ക് കിടക്കാനുള്ളൊരു സ്പേസ് അവൾ ഉണ്ടാക്കിയെടുത്തു. ആ ഒരു ദിവസം പോയതേ അവൾ അറിഞ്ഞില്ല. ഷോപ്പ് ക്ലോസ് ചെയ്ത് അങ്കിള് ബുക്ക് ഷോപ്പിലെ സെക്കൻഡ് ഫ്ലോറിൽ ടക്കാക്കോയുടെ റൂമിലേക്ക് വന്നു. റൂം ഫുള്ള് അവളെ ക്ലീൻ ചെയ്തത് കണ്ട് അങ്കിൾ അവളെ പ്രശംസിച്ചു. അതിനുശേഷം പറയുകയാണ്,
നീ ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വല്ലതുമാണ് ജനിച്ചിരുന്നതെങ്കിൽ നീ എനക്ക് ഉറപ്പായിട്ടും ഒരു റോയൽ മെയ്ഡാകായിരുന്നു, നീ അത്രയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അസ്ഥാനത്തൊരു ജോക്കും അടിച്ചിട്ട് നാളെ രാവിലെ നേരത്തെ ഷോപ്പ് തുറക്കാൻ ഓർമ്മിപ്പിച്ചിട്ട് അങ്കിള് വീട്ടിലേക്ക് പോയി. ഒരു നിമിഷം അവൾ റൂം മൊത്തം ചുറ്റി നോക്കി. 4 ചുറ്റും വോൾസ് പോലെ ബുക്ക് അടുക്കി വെച്ചിരിക്കുകയാണ്. വല്ല ഭൂമി കുലുക്കവും വന്നു കഴിഞ്ഞാൽ ഈ ബുക്സ് വീണായിരിക്കും അവൾ മരിക്കുക എന്ന് വിചാരിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം അല്പം ലേറ്റായിട്ടാണ് അവൾ എണീറ്റത്. പേടിച്ച് എണീറ്റ പാടെ മുഖം പോലും കഴുകാതെ അവൾ ഓടി ബുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ കൊളമായല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവൾ. പക്ഷെ ഷോപ്പ് തുറന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഷോപ്പിലേക്ക് ആരും വന്നില്ല. സ്ട്രീറ്റിലൂടെ ചിലർ നടക്കുന്നതല്ലാതെ വേറെ ആരെയും കാണാത്തതുകൊണ്ട് അവൾ റൂമിൽ പോയി ഫ്രഷായി തിരിച്ചു വന്നു. വന്നപ്പോൾ മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാൾ ഷോപ്പിലേക്ക് വന്നു. ടക്കാക്കെ കണ്ടപാടെ, ആരാ നീ? സട്ടോറു എവിടെ? പാർട്ട് ടൈം ജോലിക്ക് വന്നതാണോ? പുള്ളി ബുള്ളറ്റ് പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്കിൾ ഇനിയേ വരൂ, ഞാൻ അദ്ദേഹത്തിൻ്റെ നീസാണെന്ന് ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. സട്ടോറുവിന് ഇത്രയും ഭംഗിയുള്ള സുന്ദരിയായ ഒരു നീസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പുള്ളി ടക്കാക്കോയിനോട് ഒരു ബുക്ക് ചോദിച്ചു. പക്ഷേ ടക്കാക്കോ ഇന്നലെ വന്നതേ ഉള്ളൂ. അതുമല്ല, അവൾ വായിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പോൾ ആ ബുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ബുക്ക് എവിടെ ഇരിക്കുന്നതാണെന്നോ ഒന്നും അവൾക്കറിയില്ല. അവളിങ്ങനെ ഫുള്ള് ബ്ലാങ്ക് ഔട്ടായിട്ട് നിൽക്കുന്നത് കണ്ട് പുള്ളി ചോദിക്കുകയാണ്, നീ ബുക്സ് ഒന്നും വായിക്കാറില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ മുഖമൊക്കെ മാറി, ആ ഗുഡ് ഇംപ്രഷനൊക്കെ പോയി. ടക്കാക്കയെ തുറച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് ഇന്നത്തെ ജനറേഷൻ്റെ കുഴപ്പം. ആരും ബുക്സ് വായിക്കില്ല, എല്ലാവരും കമ്പ്യൂട്ടർ ഗെയിംസിനും ഫോണിനും അഡിക്റ്റാണ്. വായിച്ചാൽ തന്നെ അത് ഈ മാങ്കാ സീരീസും മറ്റുമാണ്. 30 വയസ്സുള്ള എൻ്റെ മോൻ പോലും ഫുൾ ടൈം വീഡിയോ ഗെയിം കളിയാണ്. ഇപ്പോൾ ആർക്കും ഒന്നും അറിയില്ല, കുരുത്തം കെട്ട പിള്ളേർ. നീ ഒരു നല്ല വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബുക്സ് വായിക്ക്. അങ്ങനെ വലിയൊരു പ്രസംഗം കഴിഞ്ഞ് ഒന്നും വാങ്ങിക്കാതെ അയാൾ തിരിച്ചുപോയി. ഒരു സുനാമി വന്നു പോയ സമാധാനത്തിൽ ടക്കാക്കോയും ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് അങ്കിള് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരാൾ വന്ന കാര്യം അവൾ പറഞ്ഞു. ഓ, അത് സാബുവാണ്. 20 വർഷമായിട്ട് നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. ഭയങ്കര ചലപ്പറയാണ്. ചില ദിവസം ഞാനായിര. സാരമില്ല, നിനക്കത് യൂസ്ഡ് ആയിക്കോളും. അങ്കിൾ, ഈ ബുക്ക് ഷോപ്പിൽ അധികം കസ്റ്റമേഴ്സ് ഒന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടി ഇതെന്തിനാ തുടർന്നുകൊണ്ട് പോകുന്നത്? കുട്ടിക്കാലത്ത് അങ്കിളിൻ്റെ റൂം മുഴുവൻ ബുക്സ് ആയിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എപ്പം മുതലാണ് അങ്കിൾ ഈ ഷോപ്പ് ഏറ്റെടുത്തത്? അവൾ സറ്റോറുവിനോട് ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റെടുത്തത് 10 വർഷം മുന്നേ. TV-യുടെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഇക്കാലത്ത് സെക്കൻഡ് ഹാൻഡ് ബുക്സിന് വേണ്ട ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ സാബുവിനെ പോലെ കുറേ റെഗുലർ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. വായന സ്നേഹിക്കുന്നവർക്ക് ഇതുപോലുള്ളൊരു സ്ഥലത്ത് ശരിക്കും നിധിയാണ് കിട്ടുന്നത്. 10 വർഷമൊന്നുമല്ല, ഇവിടെയുള്ള മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ ഇടയിൽ വളരെ ശിശുവാണ്. ബാക്കിയുള്ളവരൊക്കെ 30-40 വർഷം കൊണ്ടൊക്കെ ബുക്ക് ഷോപ്പ് നടത്തുന്നവരാണെന്ന് പുള്ളി പറയുകയാണ്. ടക്കാക്കോ, നീ വായിക്കാൻ ശ്രമിക്കണം. ഇവിടെ നിനക്ക് വായിക്കാൻ ഒരുപാട് ബുക്സ് ഉണ്ട്. യു ഡെഫിനറ്റ്ലി ഫീൽ നൈസ്. ചിരിച്ചതല്ലാതെ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ ദിവസം ലേറ്റായി എണീച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ അവൾ കറക്റ്റ് ടൈമിൽ എണീറ്റ് ഷോപ്പ് തുറക്കും. അങ്കിള് വരുന്നത് വരെ ഷോപ്പ് നോക്കും. അങ്കിള് വന്നതിന് ശേഷം തിരിച്ചു റൂമിൽ പോയി നന്നായിട്ട് കിടന്നുറങ്ങും. ഭൂമി കുലുക്കം വന്നാലും ടക്കാക്കോ അറിയില്ല. ഇതാണ് ടക്കാക്കോയുടെ ഡെയിലി റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്കിളി ഡെയിലി ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. വരുന്ന ഉടനെ ലെഡ്ജറും ഓൺലൈൻ ഓർഡേഴ്സൊക്കെ നോക്കും. സംടൈംസ് ഫോണിൽ ആരോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വളരെ ഫ്രണ്ട്ലിയായ സറ്റോറുവിൻ്റെ മറ്റൊരു വേർഷൻ അതവളെ അത്ഭുതപ്പെടുത്തി. മുത്തശ്ശൻ വളരെ സ്ട്രിക്റ്റായി ആരോടും അധികം സംസാരിക്കാതെ എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഭാവമായിട്ട് നടക്കുന്ന ആളായിരുന്നു. കുട്ടിക്കാലത്തെ ടക്കാക്കോയ്ക്ക് മുത്തശ്ശനെ വളരെ പേടിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റീവ് ആണ് സട്ടോറു അങ്കിള്. അങ്കിളൊരു ജെല്ലി ഫിഷ് പോലെയാണ് അവൾ പറയുന്നത്. വളരെ ഫ്ലെക്സിബിളാണ്. ആരും ചിരിച്ചില്ലെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് ചിയർഫുള്ളായിട്ടിരിക്കും. പുള്ളിയുടെ തമാശയില്ലാത്ത തമാശ കേട്ട് മടുത്തിട്ടാണോ പുള്ളിയുടെ വൈഫ് മോമോക്കോ ഓടിപ്പോയതെന്ന് ടക്കോക്കയ്ക്ക് എപ്പോഴും ഡൗട്ട് തോന്നാറുണ്ടായിരുന്നു. ടക്കോക്കോ അങ്കിളിനോട് അധികം സംസാരിക്കാറില്ല, വർക്ക് റിലേറ്റഡ് അല്ലാതെ. ഒരിക്കൽ ഒരു ദിവസം പറയുകയാണ് ടക്കാക്കോയോട്, ടക്കാക്കോ, നീ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി നിൻ്റെ സമയം കളയാതെ പുറത്തേക്കൊക്കെ പോയി ഒന്ന് ചുറ്റി നടക്ക്. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നീ ഇപ്പോൾ ഒരു കുട്ടി കുംഭകർണി ആയിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഉറക്കമാണ്. നിൻ്റെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സാരമില്ല,
എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. ആ സംസാരം അവിടെ വെച്ച് നിർത്തി അവൾ അവളുടെ റൂമിലേക്ക് പോയി. എക്സ് ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്ത കാര്യമൊക്കെ അങ്കിളിനോട് ടക്കാക്കോയുടെ അമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കാം അങ്കിള് പതുക്കെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ അതൊക്കെ എടുത്തിടാൻ ശ്രമിക്കാറുണ്ട്. എന്തിനേറെ ഷോപ്പിലെ റെഗുലർ കസ്റ്റമറായ സാബുവിന് പോലും അവളുടെ കാര്യം മൊത്തം അറിയാം. ഇനി ആരെങ്കിലും അങ്കിള് പറയാൻ ബാക്കിയുണ്ടോ എന്നോർത്തവൾക്ക് ദേഷ്യം തോന്നി. ഒരു ദിവസം സാബു ടക്കാക്കോയോട് പറയുകയാണ്, നീ ഈ ഫുൾ ടൈം കിടന്നുറങ്ങാതെ ഡെയിലി 15 മണിക്കൂറൊക്കെ നീ ഉറങ്ങാറുണ്ടോ? ഞാനൊക്കെ നിൻ്റെ പ്രായത്തിൽ ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ലായിരുന്നു. എപ്പോഴും പുസ്തകം വായനയാണ്. അങ്കിൾ സട്ടോറുവിനോട് അവൾക്ക് നല്ല ദേഷ്യം തോന്നി. അവളുടെ കാര്യമൊക്കെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നതുകൊണ്ട്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കിടന്നുറങ്ങും, അതെൻ്റെ ഇഷ്ടം. നീ നിൻ്റെ അങ്കിളിനെ പോലെ തന്നെയാണ്, ഭയങ്കര സ്റ്റബണാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളി സീരിയസ് ആയിട്ട് പറയുകയാണ്, അവൻ കാണാനൊരു ലുക്കില്ലാതെ കോമാളിയെ പോലെ നടക്കുന്നുണ്ടെങ്കിലും ഈ മൊറിസാക്കി ബുക്ക് ഷോപ്പിൻ്റെ സേവിയർ അവനാണ്. അതും പറഞ്ഞ് സാബു പോയി. ഷോപ്പ് തുറക്കുന്ന ദിവസത്തിൻ്റെ പകുതി അവൾ ഉറങ്ങാറാണ് പതിവ്. ഷോപ്പ് ക്ലോസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ദിവസം മുഴുവനും ഉറങ്ങും. ഉണർന്നിരിക്കുന്നതിനേക്കാൾ ഉറങ്ങാനാണ് ടക്കാക്കോയ്ക്ക് ഇഷ്ടം. ഉണർന്നിരിക്കുമ്പോൾ എത്ര തന്നെ വെറുത്തെന്ന് പറഞ്ഞാലും ഹിഡേക്കിയുടെ ഓർമ്മകൾ വരും. രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന നല്ല മൊമെൻറ്റ്സ് ഓർമ്മ വരും. ചിലപ്പോൾ പറഞ്ഞതൊക്കെ വെറും തമാശയായിരുന്നു എന്ന് പറഞ്ഞ് ഹിഡേക്കി തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷെ സത്യം അതല്ലെന്ന് അവൾക്കറിയാം. അവൻ അവളെ പറ്റിക്കുകയായിരുന്നു, ഒരു കളിപ്പാട്ടം പോലെ കളിപ്പിക്കുകയായിരുന്നു. അതവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ട്. ചിന്തകളൊക്കെ മാറ്റിവെച്ച് അവൾ വീണ്ടും ഉറങ്ങാൻ കിടന്നു. ഒരു ദിവസം രാത്രി ബുക്ക് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് സട്ടോറു അങ്കിളെ ടക്കാക്കോയെ നിർബന്ധിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം സാബോങ്കിളിനോടും മറ്റുള്ളവരോടും ഒക്കെ അങ്കിള് അവളുടെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നതില്ല ദേഷ്യമായിരുന്നു അവൾക്ക്. സോറി ടക്കാക്കോ, ഞാൻ നിന്നെപ്പറ്റി ടെൻഷൻ അടിച്ച് അറിയാതെ പറഞ്ഞു പോയത്. ബട്ട് ഇപ്പോൾ പോകുന്ന സ്ഥലം നിനക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ നീ എത്ര വേണോ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അധികം ദൂരമൊന്നുമില്ലാതെ മൊറിസാക്കി ബുക്ക് ഷോപ്പിന് തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോഫി ഷോപ്പിൻ്റെ പേര് സേവർ എന്നാണ്. ലൈറ്റ് മ്യൂസിക് പ്ലേ ആകുന്നുണ്ട്. ആ ഇൻറ്റീരിയറും മ്യൂസിക്കും കോഫിയുടെ മണവും ഒക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളോട് സട്ടോറു ടക്കാക്കോ ഇതെൻ്റെ നീസാണെന്ന് പരിചയപ്പെടുത്തി. ആ വ്യക്തിയാണ് ആ കഫേയുടെ ഓണർ എന്ന് ലുക്കൊക്കെ കണ്ടിട്ട് മനസ്സിലായി. 2 കോഫി ഓർഡർ ചെയ്ത് അവർ ഇരുന്നു. ഈ കോഫി ഷോപ്പിന് 50 വർഷത്തെ പഴക്കമുണ്ടെന്ന് സട്ടോറു അങ്കിള് ടക്കാക്കോയുടെ രഹസ്യമായിട്ട് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞതും ഒരു വെയിട്രസ്, ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അവർക്കുള്ള കോഫിയായിട്ട് വന്നു. സട്ടോറു ടക്കാക്കോയ്ക്ക് അവരെ പരിചയപ്പെടുത്തി. ഇതാണ് ടോമോ, നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. ഷീസ് എ ട്രൂ റീഡർ. അങ്ങനെയൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, അത്ര തന്നെ. ടോമോ വളരെ ഭവ്യതയോടെ പറയുകയാണ്. ടോമ വളരെ സുന്ദരിയായിരുന്നു, വളരെ ജെൻറ്റിലായിട്ടുള്ള സംസാരം. ഏപ്രിലിൽ അവളുടെ വളരെ ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ടക്കാക്കോയ്ക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയ പോലത്തെ ഒരു സന്തോഷം തോന്നി. അതുവരെ ഉണ്ടായിരുന്ന ബാഡ് മൂഡൊക്കെ പോയി, ഫേസൊക്കെ ബ്രൈറ്ററായി. അത് കണ്ട സട്ടോറു, എന്താണ് ഇവിടെ നടക്കുന്നത്? ടക്കാക്കോ, നിനക്കെങ്ങാനും പെൺകുട്ടികൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇവിടെ ഒത്തിരി നല്ല ഹാൻസം ചെക്കന്മാരുണ്ട്, ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് കിച്ചണിൽ നിന്നൊരു പയ്യനെ ഹേ ടക്കാനോ എന്ന് കൈകാട്ടി ഉറക്കെ വിളിക്കുകയാണ്. ഇതെൻ്റെ നീസാണ്, കാണാൻ അങ്ങനെ സുന്ദരിയല്ലേ, നീ ഒരു ദിവസം ഇവളെയും കൊണ്ട് ഒരു ഡേറ്റിനൊക്കെ പോ. ടക്കാക്കോ അങ്കിളിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ടക്കാനോ പെൺകുട്ടികളെക്കാട്ടും കഷ്ടം, ഭയങ്കരമായിട്ട് ഷൈ ആയി. ടക്കാനോ കഫേയിൽ ട്രെയിനിങ്ങിന് നിൽക്കുന്നൊരു പയ്യനാണ്. അതിനുശേഷം സ്വന്തമായിട്ട് കഫേ ഇടാനാണ് അവൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ എന്ത് ചെയ്താലും അവസാനം അത് ടോട്ടലി കുളമാവാറാണ് പതിവ്. ഓണർ അവന് കണക്കിന് വഴക്ക് പറയുന്നുണ്ട്. പാവൻ ടക്കാനോ അവിടെ നിന്ന് വിറയ്ക്കുന്നു. അങ്കിളാണെങ്കിൽ ഇപ്പോഴും നല്ല മൂഡിലാണ്. കൂട് തുറന്നു വിട്ട കിളിയെ പോലെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഫേയിലെ കസ്റ്റമറുമായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നുണ്ട്.